എൻ്റെ വീട്ടിലെ തേങ്ങ പൊളിച്ചപ്പോൾ കുറച്ച് പൊങ്ങ് കിട്ടി. ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിന് പൊങ്ങ് എന്നാട്ട് പറയൽ. ഈ സാധനം വെറുതെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുക വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കി. യൂട്യൂബിലൊന്നും കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പായസം ഉണ്ടാക്കാം, എന്നിട്ട് അത് ഈ വീഡിയോ എടുക്കുക. എൻ്റെ കാര്യമായതുകൊണ്ട് പിന്നെ തിന്നിട്ടില്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കും. അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഷോക്കേസിലുള്ള എടുക്കാത്ത പാത്രങ്ങൾ മുഴുവൻ നിരത്തി വെച്ചിട്ട് അതെങ്ങാനും പൊട്ടിച്ചെന്ന് പറഞ്ഞിട്ട് ഉമ്മാരുടെ അടുത്ത് കിട്ടാനുള്ള ചീത്ത മുഴുവൻ കിട്ടി. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പുവശം. അപ്പം നമുക്ക് നോക്കിക്കാതെ പായസം ഉണ്ടാക്കാമല്ലേ? അപ്പം എന്താ നല്ല അടികെട്ടുള്ള ഒരു പാത്രം എടുത്തോളി. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തത്. ചട്ടി ചൂടായി വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര നെയ്യ് ഒഴിച്ചോളി. നെയ്യ് ചൂടായി വരുമ്പോൾ കുറച്ച് കാഷ്നട്ട്സ് നമുക്ക് വറുത്ത് കോരി വെക്കാം. എന്നിട്ട് എന്താ അതേ പാത്രത്തിലേക്ക് പാൽ ഒഴിച്ചോളി. നിങ്ങൾക്ക് എത്രയാണോ പായസം വേണ്ടത് അത്രയും പാൽ ഒഴിച്ചോളി. ബെസ്റ്റ് ഉള്ള പാല് കുറച്ച് പുറത്തേക്കും പോയി. എനിക്കത് കിട്ടണം. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ കുക്കിങ്ങും അല്ലേ, പിന്നെ പോയില്ലെങ്കിലേ സംശയമുള്ളൂ. പിന്നെ കുറച്ച് അധികം കണ്ട് പഞ്ചസാര ഇട്ടോളി. മധുരം ഒന്ന് ബാലൻസ് ആവാൻ ഒരു നുള്ളു ഉപ്പിടാം. അപ്പോൾ ഈ കുടുംബക്കാരൊക്കെ ഒന്ന് ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. പാലവിടെ കിടന്ന് തിളച്ചോട്ടെ, നമുക്ക് വേറെ പണിയുണ്ട്. അപ്പോൾ നമ്മളെ മെയിൻ താരത്തിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അല്ലേ, മിക്സിയിലിട്ടിട്ട്. അപ്പോൾ ക്രഷാക്കി നല്ല കുട്ടപ്പനാക്കി എടുത്ത് നമ്മളെ പൊങ്ങിനെ നമുക്ക് പാലിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കാം കേട്ടോ. മധുരം കുറവാണ് തോന്നിയപ്പോൾ കുറച്ചുകൂടെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പൊങ്ങ് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കിയിട്ട് ഞാൻ എൻ്റെ പണിക്ക് പോയി. ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവാൻ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നുണ്ട്, കുറച്ചുകൂടെ നെയ്യ് ചേർക്കുന്നുണ്ട്. പിന്നെ ഫൈനലി നമ്മുടെ വറുത്ത് കോരി വെച്ച കാഷ്നട്ട്സും കൂടി ഇടാം. പിന്നെ എന്താ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നന്നായിട്ട് അടച്ചു വെച്ചോളി, ചൂടാറിയിട്ട് കുടിച്ചോളി. ആഹാ, എന്താ പറയുക, ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. ആ പൊങ്ങിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഈ സ്വീറ്റ് ആയിട്ടുള്ള പൊങ്ങ് പായസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.